വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പുറത്ത് വരുന്നത്. ഈ അസുഖവും അങ്ങനെ ഇല്ലെന്നും, പിന്നെ ഈ ഒരു സിനിമാ നടി സീരിയൽ നടിയാണ് സീമാജി നായർ, ആ ഫോട്ടോ ആണെന്നും, ആ നേരിട്ട് കാണാൻ പോലും വന്നിട്ടില്ലെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇതെങ്ങാനും സത്യമാണെങ്കിൽ കേരള സമൂഹം മൊത്തം നിങ്ങളെ അകറ്റും, വെറുപ്പ് സമ്പാദിക്കും. ഈ അസുഖം ഒരു നാടകം റീച്ചിനും ലൈക്കിനും ലൈവ് വന്ന് കാണാൻ വേണ്ടിയൊക്കെ. അങ്ങനെ അഥവാ അങ്ങനെ കള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്നല്ലേ നാളെ എപ്പോഴേലും ഇതൊക്കെ വെളിവരും. ഭയങ്കര നാണക്കേടുമാണ്. നിങ്ങൾക്ക് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻ്റാന്ന് പറയുന്നത് ആലോചിച്ചിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻ്റാന്ന് പറയുന്നത്, അതേസമയം തേർഡ് സ്റ്റേജാന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരാൾ ഇവിടെ വീഡിയോ ചെയ്യുന്നു. ഒരു നമ്മളറിയാമല്ലോ ക്യാൻസർ പേഷ്യൻ്റ്, ഓരോരുത്തരെ കണ്ടിട്ടുണ്ടോ അവരനുഭവിക്കുന്ന ശരീര അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ. പക്ഷെ ഇത് നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അതിനെപ്പറ്റി പറയുന്ന ഒരാൾ പറയുന്ന ശ്രദ്ധിച്ചോണം. സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ആളായിക്കോട്ടെ, ഒരു ശരിയായിട്ടൊന്ന് സംസാരിക്കുന്ന ഇത് നമ്മൾ കാണുന്നില്ല. എവിടെയോ ഇല്ല, ഒരിടത്തുമില്ല. ഒരു സ്ഥലത്ത് ആകെ ഇരകളുണ്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ വേറൊരു സീമാജി നായർ വന്നു, ചേച്ചി എന്നെ വന്ന് നേരിട്ട് കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്, അതും ഫേക്ക്. ആ പുള്ളിക്കാരി തന്നെ പറയുന്നത് ഞാൻ അവിടെ ഫോളോ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ പറയുന്നത് അത് ആണെന്ന്. എന്തൊക്കെ കള്ളത്തരങ്ങളായി വെളി വരുന്നത് ഇപ്പോൾ. പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഫോർത്ത് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുകയെന്നുള്ളതല്ല. ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ എന്തൊക്കെയാ എന്നിട്ട് പറഞ്ഞേ. ഇതൊരു ഫോട്ടോക്കകത്തുണ്ട്, ചേച്ചി വന്നു എന്നെ കണ്ടു സീമേച്ചി, എനിക്ക് എന്ത് ഹാപ്പി ആയെന്നറിയോ, ചേച്ചി ഹെൽപ്പ് ചെയ്ത് കേട്ടോ, എനിക്കത് മെഡിസിനൊക്കെ വാങ്ങാൻ പറ്റി, താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടു. അത് പിടിച്ചെന്ന് അറിഞ്ഞപ്പം ഫോണിൽ വിളിച്ച് വീഡിയോ കോൾ ചെയ്തോളാമെന്ന് പറയുന്നു. എന്തുമാത്രം കള്ളത്തരമാണ് പറയുന്നത്. ആദ്യം നിങ്ങളൊരു മരണം കൊണ്ട് കുറേ റീച്ചും ലൈക്കും കമൻറ്റും എല്ലാം ഉണ്ടാക്കി. ഇപ്പോൾ ആ ചെറുക്കൻ്റെ പുറകെ നടന്ന് അവനെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമതായിട്ട് ഈ രോഗത്തിന് കാരണം പറഞ്ഞ് ഓരോരുത്തരുടെ പൈസയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നോക്കുന്നു.